ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞായറാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ നല്ലൊരു മടിയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോ ഇടുന്നതൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. വിചാരം മാത്രം ഉണ്ടാകുള്ളൂ, അത് വീഡിയോ എടുക്കാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഞായറാഴ്ച ദിവസം ഇവിടെ അനിയത്തിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് നേരം കിടന്നുറങ്ങാനൊക്കെ ഉള്ള ദിവസമാണ്. പക്ഷേ മക്കൾക്ക് മദ്രസ ഉള്ളതുകൊണ്ട് ഒരു 7 മണിക്കൊക്കെ എണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ മദ്രസയിൽ പോയ ശേഷം പിന്നെ രാവിലെ പൂരിയും കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മാവൊക്കെ കുഴച്ച് വെച്ച് കറിയൊക്കെ ഞാൻ റെഡിയാക്കി. ഉമ്മ രാവിലെ തന്നെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളാണെന്ന് അടുക്കള ഭരണം. അതല്ലെങ്കിലും ഉമ്മയുണ്ടെങ്കിലും ഞങ്ങൾ തന്നെയാണ് കേട്ടോ അടുക്കളയിൽ കയറാറ്. ഞാനൊരു 10ാം ക്ലാസ്സൊക്കെ എത്തിയ സമയം തൊട്ട് തന്നെ ഉമ്മക്ക് അടുക്കള റെസ്റ്റായിരുന്നു. പിന്നെ അനിയത്തിയും കൂടി കൂടിയപ്പോൾ ഉമ്മക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഉപ്പ ബീഫൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. എന്നിട്ടാണ് അവർ രാവിലത്തെ കഴിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ അനിയത്തി എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നേരെയാക്കി തന്നു. ഞാൻ പൂരി ഉണ്ടാക്കലും കറി ഉണ്ടാക്കലും അങ്ങനത്തെയൊക്കെ തിരക്കിലായിരുന്നു. അനിയത്തിൻ്റെ മോളുണ്ട്, ഇഷ ബേബി. ആൾ കഴിക്കില്ല പൂരി. അപ്പോൾ പിന്നെ അവൾക്ക് കുറച്ച് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് അരിയും അതിലേക്ക് കുറച്ച് തേങ്ങയും നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കഞ്ഞി ഉണ്ടാക്കിയത്. അങ്ങനെ എനിക്ക് കാപ്പിപ്പൊടി വേണമെന്ന് പറഞ്ഞപ്പോൾ കാപ്പിപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ എന്നോട് എടുക്കാൻ പറയുകയാണ് കേട്ടോ, കൈ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ എൻ്റെ വാച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആൾ കയ്യിൽ. അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസമായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്ന വാച്ചായിരുന്നു. അമ്നൂസിന് ഒരു ദിവസം കെട്ടിയിട്ട് പോട്ടേന്ന് വെച്ചപ്പോൾ കൊടുത്തതാണ്. പക്ഷേ അതിൻ്റെ ചില്ലൊക്കെ കളഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വേറെ വാച്ചെടുത്തു. നമ്മുടെ കുടുംബത്തിൽ പിന്നെ ഒരുപാട് ഗൾഫുകാരുള്ളതുകൊണ്ട് വാച്ചൊക്കെ സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ കഞ്ഞി വേവിക്കാൻ വേണ്ടി വെച്ചതിൽ ഞാൻ ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വെച്ചത്. അതാകുമ്പോൾ ഇങ്ങനെ തിളച്ച് പൊന്താറില്ല. കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ പൂരിയും കൂടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ മക്കളൊക്കെ മദ്രസ വിട്ട് കഴിഞ്ഞ് വന്ന ശേഷം അവർക്കൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളുടെ ഊഴമാണ് കേട്ടോ. ഞാനും അനിയത്തിയും അനിയനും കൂടിയിട്ട് കഴിക്കാനിരിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഇനി കുറേ നേരം ഇരുന്ന് ഓരോ വർത്താനമൊക്കെ പറയണത് ഈ സമയത്താണ് കേട്ടോ. 3 പേരും കൂടി ഇപ്പോൾ അധികം അങ്ങനെ ഒരുമിച്ച് കിട്ടാറില്ലല്ലോ. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് പോയ ശേഷം നമ്മുടെ വീട്ടിൽ കൂടുന്ന സമയത്ത് അത് ഭയങ്കര ഒരു ഹാപ്പിയല്ലേ. അപ്പോൾ 3 പേരും കൂടി ടി വിയൊക്കെ ഇട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് കഴിയാനായിട്ട്. പിന്നെ വന്ന് നേരെ ഇഞ്ചിയൊക്കെ അരച്ച് വെച്ചു. കുറച്ച് ഇഞ്ചി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇഞ്ചിപ്പുളി ഇടാമെന്ന് വിചാരിച്ചു. ഞാനും അവളും കൂടി ഓരോ പണികൾ വേഗം തീർത്തുകൊണ്ടിരിക്കുകയാണ്. മക്കളുടെ നോക്കലൊക്കെ അവൻ്റെ അടുത്ത് ആക്കിയിട്ട് വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ ബീഫൊക്കെ കഴുകി തന്നു. ഞാൻ പിന്നെ അതിലേക്ക് മസാലയൊക്കെ ഇട്ട് നല്ലോണം മിക്സാക്കി ഒരു 3-4 വിസിലൊക്കെ വിട്ടിട്ട് പിന്നെ ഉരുളി തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ കുക്കറൊക്കെ അടുപ്പത്താക്കി. അപ്പോഴാണ് അവൻ്റെ തലയിൽ താരഞ്ഞുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ അതിലേക്കൊരു മിക്സ് ഉണ്ടാക്കി കൊടുത്തു. മുട്ടയുടെ വെള്ളയും അതിലേക്ക് കുറച്ച് തൈരും പിന്നെ കുറച്ച് ചൂടാക്കിയ വെളിച്ചെണ്ണയും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് തലയോട്ടിയിൽ തേച്ച് കുറച്ച് നേരം പിടിപ്പിച്ചിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിൽ താരന് നല്ല രീതിയിൽ മാറ്റം കിട്ടും കേട്ടോ. ഇതൊരു മാസത്തിൽ 4 പ്രാവശ്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയത്ത് താരൻ പറ്റ പോകാറുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിനിമോള് എനിക്കും കൂടി വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഇത് പെട്ടെന്ന് ഇങ്ങനെ സൈഡൊക്കെ പെട്ടെന്ന് തുരുമ്പായി പോയിട്ടാണ്. ഞാനിത് എത്ര ഉരച്ച് കഴുകിയിട്ടും ശരിയായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് കമ്പിച്ചകിരി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം കമ്പിച്ചകിരിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഉരച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ശരിയായിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ചയാണെങ്കിലും ലീവൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വീട്ടിൽ പണികൾ ചെയ്യുന്ന ഞായറാഴ്ചയാണ് ഒഴിവ്. അപ്പോൾ ഒന്ന് തട്ടിയടിക്കലും പിന്നെ ബെഡ്ഷീറ്റ് അലക്കലും ഒക്കെ എന്താണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ പോയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അനിയത്തിക്കാണെങ്കിലും ജലദോഷവും ദേഹം വേദനയും ഒക്കെ ആയിരുന്നു. അവൾ 4 ദിവസം റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കുകയായിരുന്നു. അവളെ കൊണ്ട് പിന്നെ പണികളൊക്കെ ചെയ്യിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോ. എന്നാലും അവൾ പറ്റുന്ന പോലെ ഓരോന്ന് ചെയ്തു തന്നിരുന്നു കേട്ടോ. ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോഴും വേണ്ട, നീ ഒറ്റയ്ക്ക് ചെയ്യല്ലേ, ഒരു ദിവസമല്ലേ നിനക്ക് ലീവ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളും എൻ്റെ കൂടെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഉമ്മയില്ലല്ലോ. ഉമ്മയും ഉപ്പയും കൂടിയിട്ട് ഉപ്പാൻ്റെ കൂടെ പണി ചെയ്യുന്ന ഒരു ചേട്ടനെ കാണാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു കേട്ടോ. ആ ചേട്ടനിക്ക് കുറച്ച് വയ്യാതിരിക്കുകയായിരുന്നു. നെല്ലിയാമ്പതിയിൽ ഉള്ള ആൾക്കാർ അങ്ങനെയാണ് കേട്ടോ. ആർക്കെങ്കിലും വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനൊക്കെ പോകും. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുക്കും. അത് അവർക്കൊരു സഹായമാകുമല്ലോ. അങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മക്കളെ പ്രസവിച്ചിരിക്കുന്ന സമയത്തൊക്കെ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഡ്രസ്സ് പിന്നെ കയ്യിലുള്ള പൈസ എന്തെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജനിച്ചാലും മാത്രമല്ല മരിച്ചാലും അവിടെ അങ്ങനെ തന്നെയാണ്. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കട്ടവരി എന്നൊരു സമ്പ്രദായം ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള പൈസ അവിടെ കൊടുക്കുക.
എന്താണെങ്കിലും ഒരു 10 രൂപയെങ്കിൽ 10 രൂപ അതവിടെ കൊടുക്കുക. അപ്പോൾ അതവർക്ക് മരിച്ചു കഴിഞ്ഞിട്ടുള്ള ചിലവുകൾക്ക് ആയല്ലോ, അവരുടെ ചടങ്ങുകൾക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. അതൊക്കെ ഓരോ ആചാരങ്ങളാണ്, ഞാൻ ചെറുപ്പം തൊട്ടേ കണ്ടുവരുന്നതാണ്. ഇന്നും അതുണ്ട് കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ പറഞ്ഞ് എവിടേക്ക് എത്തിയില്ലേ. അപ്പോൾ ഇഷമോളൊക്കെ ഇടയ്ക്ക് വിശന്നപ്പോൾ മിക്സറൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഞങ്ങളൊരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ ഇങ്ങനൊരു കാപ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉഷാർ കിട്ടും. അങ്ങനെ ഉച്ചയ്ക്കത്തെ ബീഫ് കറിയൊക്കെ അനിയൻ വെച്ചു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു കേട്ടോ. കിടക്കുന്ന സമയത്താണ് റിൻകുട്ടിക്ക് ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നത്. റിൻകുട്ടിക്കല്ല, ഞാൻ ഓർഡർ ചെയ്ത് തന്നെയാണ്. റിൻമോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ബനിയനും പാൻറ്റും അങ്ങനെയൊക്കെ സെറ്റായിട്ട് ഒരു 3 സെറ്റ് ഇട്ടാ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പാൻറ്റും ബനിയും കൂടി സെറ്റായിട്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് റിൻകുട്ടിക്ക് അളവ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് എല്ലാവരും കിടക്കുന്ന സമയത്തായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിൻമോളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഒച്ചയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കല്ലേ, എല്ലാവരും ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതെ അവിടെ ചിരി അടക്കി പിടിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് മനസ്സിലാകും. അമ്ന്യൂസിനുള്ളത് ഇതിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ 2 പേർക്കും. അമ്ന്യൂസിൻ്റെ 2 ജോഡിയായിരുന്നു, റിൻകുട്ടിക്ക് 3 ജോഡിയും. അപ്പോൾ ആ ചിരിയൊക്കെ അടക്കി പിടിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ചിരിക്കല്ലേ എന്ന് പറയുമായിരുന്നു. അപ്പോൾ ചിരി അടക്കി പിടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഒരു ഓറഞ്ചൊക്കെ തൊലിച്ച് ഇഷ്ടമ്പോൾ കയ്യിൽ പിടിച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ കഴിക്കുന്നത് ചോദിച്ചപ്പോൾ എൻ്റെ വായിൽ കൊണ്ട് വെച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചായ കൂടി കഴിഞ്ഞപ്പോഴായിരുന്നു റിനിക്കുട്ടിക്ക് പിറ്റേ ദിവസം ഫുഡ് ഫെസ്റ്റ് ആണെന്നുള്ളത് ഓർമ്മ വന്നത്. അങ്ങനെ പിന്നെ